ജിതിൻ, ഇപ്പോൾ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ അവശേഷിക്കുന്ന മൺകൂനയിൽ തെരച്ചിൽ നടത്തുകയാണ്. അത്യന്താധുനിക സംവിധാനമാണ്, പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും ലോഹഭാഗമുണ്ടെങ്കിൽ എന്നാണ് ഈ മേഖലയിൽ നിന്നുള്ള വിദഗ്ധർ, കരസേനയിൽ നിന്ന് തന്നെയുള്ള ആളുകൾ നമ്മളോട് പറയുന്നത്. ജിതിൻ, ഇപ്പോൾ അവിടെ നേരിട്ട് കാണാമല്ലോ, പരിശോധനയുടെ ദൃശ്യങ്ങൾ ഞാനിപ്പോൾ കാണുന്നുണ്ട്, അവിടെ നിന്ന് ആകാശ ദൃശ്യങ്ങളടക്കം നമുക്ക് വരുന്നുണ്ട്. ജിതിൻ, ഏത് ഭാഗത്താണ് അവർ കൃത്യമായി ഇപ്പോൾ പരിശോധിക്കുന്നത്? ഒരു സ്പോട്ട് അവർ ഐഡന്റിഫൈ ചെയ്തോ? അവരിപ്പം സ്പോട്ട് ഐഡന്റി കുറച്ച് ഡിറ്റക്ഷനുള്ള സ്ഥലം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ നോക്കുന്നുണ്ട് അവര്. കുറച്ച് സ്ഥലങ്ങൾ അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിറ്റക്ഷൻ വന്ന സ്ഥലങ്ങളിലൊക്കെ. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കടയുടെ അല്ലെങ്കിൽ പുഴയിലേക്ക് ഒലിച്ചു പോയതിന്റെ നേരെ എതിർഭാഗത്തുള്ള ഒരു സ്പോട്ടാണ്. അവിടെ മണ്ണ് കൂടിക്കിടക്കുന്നുണ്ട്. സ്വാഭാവികമായും അത് ആ റോഡിന്റെ വശമായിരിക്കാം, അല്ലേ? അതെ 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 അവിടെ തന്നെയല്ലേ ജിതിൻ നമ്മളും കുഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇവിടെ തന്നെ അതിന്റെ അതിന്റെ ഒരു 10 മീറ്റർ മുകളിലാണ് ഇപ്പൊ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കടയുടെ നേരെ ഓപ്പോസിറ്റുള്ള വശത്തിന്റെ ഒരു 10 മീറ്റർ മുകളിൽ, അതായത് മല ഇടിഞ്ഞിറങ്ങിയ ഭാഗത്ത് കൂറ്റൻ പാറകളൊക്കെ ഉണ്ട് അത് അവിടെ. ഓക്കെ, ആ പാറകൾ നീക്കം ചെയ്യുക, ഒപ്പം പാറയായാലും ഈ സിഗ്നൽ കിട്ടും എന്നാണ് അവർ പറയുന്നത്. അല്ല, അവർ മാർക്ക് ചെയ്യുന്നതുള്ളൂ. മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ എങ്ങനെ എടുക്കണം, മണ്ണെടുക്കണോ എങ്ങനെയാണ് അവർ തീരുമാനിക്കുന്നത്. മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഡിറ്റക്ഷൻ വരുന്നിടത്തെല്ലാം അവർ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജിതിൻ പറയുന്നത് മാർക്ക് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് നേരെ എതിർവശത്തുള്ള ഭാഗമാണ്, അല്ലേ? ആ കടയിരുന്നതിന്റെ നേരെ എക്സാക്ട് ഓപ്പോസിറ്റ് അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് ഒരു 10 മീറ്റർ മുകളിലാണ് ഇപ്പോൾ. അവിടെയാണ് മൺകൂമ്പാരം ഉണ്ട്. അവിടെ ഒരു മൺകൂമ്പാരം ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഓക്കെ, അവിടെയാണ് ഒരു മൺകൂമ്പാരം കിടക്കുന്നുണ്ട്. അവിടെ തൊട്ട് മുകളിലാണ് ഇപ്പം അവർ മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നേരത്തെ മണ്ണ് എടുത്തിരുന്നോ? പിന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ പാറക്കെട്ടുകളുണ്ട്. അപ്പം അത് എടുക്കേണ്ടി വരും. ഇപ്പം ഇത് കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇവരെ ചെക്കിങ് മൊത്തം കഴിഞ്ഞാലേ അവർ എവിടുന്ന് മണ്ണെടുക്കണമെന്ന് പറയുള്ളൂ. ഓക്കെ, അതായത് അവർ കൃത്യമായി ഒരു ലൈൻ ഉണ്ടാക്കി അതിനുള്ളിൽ എവിടെയൊക്കെയാണോ അതിൻ്റെ കൃത്യമായി ഇയർ മാർക്ക് ചെയ്ത് അങ്ങനെയായിരിക്കും അവർ പരിശോധന നടത്തുക എന്നാണ് കരുതുന്നത്. ആ രീതിയിലാണോ അവർ കോർണേഴ്സ് എല്ലാം അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുകയാണോ? കോർണേഴ്സ് വന്നിട്ട് എല്ലാം മൊത്തത്തിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഡിറ്റക്ട് വരുന്ന ഭാഗത്ത് അവർ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്തെങ്കിലും ഡിറ്റക്ട് വരുന്നിടത്ത് മൊത്തം മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ജിതിൻ, ഇപ്പോൾ നമുക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തയുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അവിടെ ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ തയ്യാറല്ലേ ജിതിൻ? തയ്യാറാണെന്നാണ് പറഞ്ഞത്. അക്കാര്യങ്ങൾ ഉറപ്പിക്കണേ ജിതിൻ, കാരണം ഇക്കാര്യത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു മുൻകൈ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സംവിധാനം ചെയ്യുമെന്ന് കരുതി നമ്മൾ ഇന്നപ്പോൾ കണ്ടതല്ലേ നമ്മൾ ഈ മണിക്കൂറുകളിലൊക്കെ. ഒന്നുകൂടി ഉറപ്പ് വരുത്തി. ഇവിടെ ഉദ്യോഗസ്ഥന് അറിയാൻ പറ്റിയത് ആംബുലൻസ് എല്ലാം റെഡിയാണെന്നാണ് അറിയാൻ പറ്റിയത്. അതൊന്ന് ഉറപ്പാക്കൂ ജിതിൻ, കാരണം ആംബുലൻസ്, അതോടൊപ്പം തന്നെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ, അതൊക്കെ നമുക്ക് തായ്ലൻഡിലൊക്കെ ഇതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾക്ക് ശേഷവും ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ജിതിനോട് ഇത് പറയുന്നത്. ജിതിൻ ആ രീതിയിൽ തന്നെ തീർച്ചയായിട്ടും. അപ്പോൾ ആംബുലൻസും ജീവൻ രക്ഷാ ഉപകരണങ്ങളും ഡോക്ടർമാരുടെ സഹായവും ഒക്കെ അവിടെ തന്നെ ആ തൊട്ടടുത്ത് തന്നെ ഉറപ്പാക്കണം. കാരണം അടുത്ത ആശുപത്രി എന്ന് പറയുന്നത് 20 കിലോമീറ്ററോളം അപ്പുറത്താണ്. അങ്കോള എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അങ്കോളയ്ക്ക് ഇവിടുന്ന് 8 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. അങ്കോള ജില്ലാ ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു വെക്കൂ ജിതിൻ. ശരി മാഡം. ഓക്കെ, അർജുന്റെ ബന്ധു ജിതിനാണ് നമ്മളോട് സംസാരിച്ചത്.